Good morning, all. So, today we will discuss basic education, Naitalim and integration of work and learning. Okay. So, നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. സോ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നായ് എന്ന ഒരു ഫ്രേസ് ഇല്ലേ, അത് 2 വേർഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ് നായ് ആൻഡ് താലിം. ഈ നായ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ന്യൂ ആൻഡ് താലിം എന്ന് വെച്ചാൽ ഒരു ഉറുദു വേർഡാണ്, അതിൻ്റെ അർത്ഥം എഡ്യൂക്കേഷൻ എന്നാണ്. സോ ഈ നായ് താലിം ന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയും. സോ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ കാണാം, നായ് താലിം എന്ന് തന്നെ ചോദിക്കാം, ന്യൂ എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ നായ് താലിമിന് വേറൊരു വേർഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുക, അപ്പോൾ അതാണ് ന്യൂ എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നത്, ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. സോ 1937 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് മെയിനായിട്ടുള്ള എയിം എന്ന് വെച്ചാൽ ടു അച്ചീവ് ഗ്രാം സ്വരാജ് നേടുക എന്നാണ് മെയിൻ എയിം. മെയിനായിട്ട് 3 H'ലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഹെഡ് ആൻഡ് ഹാൻഡ്, ആ 3 H'ലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ നായ് താലിമിനെ വേറൊരു സംഭവം വിളിക്കുമെന്ന് വെച്ചാൽ ബുനിയാനി ശിക്ഷ എന്നും വിളിക്കും. സോ അതിൻ്റെ അർത്ഥം ബേസിക് എഡ്യൂക്കേഷൻ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു നായ് താലിമിൽ 4 ഡിഫറെൻറ്റ് ഇത് പഠിച്ചു. ഒന്ന് ന്യൂ എഡ്യൂക്കേഷൻ, ഒന്ന് ബേസിക് എഡ്യൂക്കേഷൻ, ഒന്ന് ബുനിയാനി ശിക്ഷ ഈസ് ഓൾസോ നൗൺ ആസ് ബേസിക് എഡ്യൂക്കേഷൻ. സോ പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ 1937 ഒക്ടോബർ 22 ആൻഡ് 23 ഒരു വാദയിൽ വെച്ച് ഒരു കോൺഫറൻസ് നടത്തി. അത് ഓൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് എന്ന് പറയും. അത് എന്തിനെ റിലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ ഒരു ന്യൂ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളായി നടന്നിരുന്നത്. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു കോൺഫറൻസിനെയാണ് വാർധ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചോദിക്കാം, എന്താണ് വാർധ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്, അതെന്താണ്, ഈ നായ് താലിമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഗാന്ധിജിയാണ്. ഇതിലൂടെയാണ് നായ് താലിം എന്ന പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ മനസ്സിലായില്ലേ? പിന്നെ നെക്സ്റ്റ് വരുന്നത് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് ഓരോ വ്യക്തിയിലും പ്രാക്ടിക്കലിലൂടെ അവരുടെ വിദ്യാഭ്യാസം നേടുക വെച്ചാൽ അവർക്ക് ഡെയിലി ലൈഫിൽ നേരിടുന്ന ചലഞ്ചസ് അതിന് മീറ്റ് ചെയ്യാൻ ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ലെവലിലൂടെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ബുക്കിലൂടെ വായിക്കുക, തിയറിറ്റിക്കൽ അല്ലാതെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കുക. അപ്പോൾ അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ്, വൊക്കേഷണൽ ട്രേഡ്, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കുക. പിന്നെ നോൺ വയലൻസും ട്രൂത്തും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ വ്യക്തിയിലും എത്തിക്കൽ വാല്യൂസും മോറൽ വാല്യൂസും കൾട്ടിവേറ്റ് ചെയ്യുക, അതാണ് വേറൊരു. പിന്നെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് ട്രഡീഷൻസ്, അതിനെയൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ടു പ്രൊമോട്ട് ദ പെർസീവറൻസ് ആൻഡ് പ്രിസർവേഷൻസ് ആൻഡ് ട്രഡീഷൻസ്. ഓക്കെ. പിന്നെ ഒരു എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ടു ഡെവലപ്പ് അവെയർനെസ് ഓഫ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രൊമോട്ട് പ്രാക്ടീസസ് ദാറ്റ് ഹാർമോണീസ് വിത്ത് നേച്ചർ. ഓക്കെ, അതാണ് അപ്പോൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റെലവൻസ് ഓഫ് ദ നായ് താലിമാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റെലവൻസ് ആണ്. റെലവൻസ് പറയുമ്പോൾ ഈ നായ് താലിം എന്നത് നമ്മുടെ ലേണിങ്ങിൻ്റെയും ലൈഫിൻ്റെയും ഒരു ഫിലോസഫിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള പ്രദേശം അല്ലെങ്കിൽ സമൂഹ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് നേടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ലോക്കൽ ഗ്രാമം എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ അവർ മാറ്റങ്ങൾ വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വിദ്യാർത്ഥികളെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ, പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ അവർ പഠിക്കുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്കിങ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എല്ലാവരും കൂടി ചർച്ച ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരവിടുന്ന് അങ്ങനത്തെ കാര്യം ഇങ്ങനെ ഉണ്ടാക്കി തീർക്കുക എന്നൊക്കെ അവർ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് ഗ്രോത്ത് ചെയ്യാനും
നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അവരെ ഈ ഒരു പഠനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അധികം സഹായിക്കുന്നുണ്ട്. പിന്നെ അവർ ഈ എന്നിട്ട് സോഷ്യൽ സാമൂഹിക നീതി അങ്ങനത്തെ സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ആഗോളകരമായിട്ടുള്ള കാര്യം, അതൊക്കെ മനസ്സിലാക്കാൻ അവരെ വളരെ നല്ല രീതിയിൽ നയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹിസ്റ്ററി, പിന്നെ പൊളിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പല തൊഴിൽ ചെയ്യുന്നവരെ അവർ കാണുന്നുണ്ട്. സോ അവരായിട്ട് സംസാരിച്ചിട്ട് പല തൊഴിൽ രീതികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ റെലവൻസ് ആയിട്ട് വരുന്നത്. അതാണ് പിന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒന്നുണ്ട്, ഹാവ് ദി കപ്പാസിറ്റി ടു എക്സെൽ. ഓൾ ലേണേഴ്സ് ഹാവ് ദ കപ്പാസിറ്റി ടു എക്സെൽ. അതാണ് മെയിൻ. ആ ഒരു ഇതിലൂടെ അവർക്ക് അതെന്തായാലും ഉണ്ടായിരിക്കും. അവർ ആ ഒരു കഴിവൊക്കെ നല്ല രീതിയിൽ പുറത്തെടുക്കാനും പ്രകടിപ്പിക്കാനുമുള്ളൊരു അവസരം അവർക്കത് പറ്റും ഈ ഒരു നായ്ത്താലിം എന്നതിലൂടെ. അതൊരു മെയിൻ കാര്യം തന്നെയാണ്. സോ അതാണ് മെയിൻ റെലവൻസ് ആയിട്ട് കാണുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഗാന്ധിജീസ് ന്യായ്-താലിംസ് ആണ്. സോ മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഗാന്ധിജീസ് ന്യായ്-താലിം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ വാസ് ദ ഹോളിസ്റ്റിക് അപ്രോച്ച് ഓഫ് ദ ഡെവലപ്ഡ് ബോഡി, മൈൻഡ്, സോൾ ബൈ മേക്കിംഗ് പ്രൊഡക്റ്റീവ് ആർട്ട്, ക്രാഫ്റ്റ് ഓർ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ലേണിംഗ്. സോ ഗാന്ധിജിയുടെ ന്യായ്-താലിം അഥവാ അല്ലെങ്കിൽ ഇപ്പം ബേസിക് എഡ്യൂക്കേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ന്യൂ എഡ്യൂക്കേഷൻ. സോ ഇതൊക്കെ എന്താണ്, ഒരു ആത്മാവ് അല്ലെങ്കിൽ മനസ്സ്, ശരീരം എന്നിവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എന്നിവയിലൂടെ വിദ്യ അഭ്യസിക്കുക എന്നാണ് ലക്ഷ്യം. ഇതിലെന്ന് വെച്ചാൽ തൊഴിൽ, കല, അങ്ങനത്തെ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നത്. ഓക്കെ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എന്ത്, ബോഡി, മൈൻഡ്, സോള് അതൊക്കെ ഡെവലപ്പ് ചെയ്യണം. അത് എന്തിലൂടെ വേണം, പ്രൊഡക്റ്റ്, ആർട്ട്, ക്രാഫ്റ്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമ്മുടെ ബോഡി, മൈൻഡ്, സോളിനെ എന്ത് ഡെവലപ്പ് ചെയ്യണം. സോ ഇത് എന്താണ്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ന്യായ്-താലിമിനെ ഗാന്ധിജി കാണുന്നത്. ഓക്കെ, പിന്നെ അത് മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും കുറഞ്ഞത് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഇതിൽ മെയിൻ എയിമായിട്ട് കണക്കപ്പെടുന്നത്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പല കാര്യങ്ങളും പല കൺട്രിയിൽ നിന്നും കടമെടുത്തത്. സോ അതൊന്നുമല്ല, ഇത് നമ്മുടെ സ്വന്തമാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ലാതെ എവിടെ നിന്നും കടമെടുത്തതല്ല. പിന്നെ ഈ ഒരു വിദ്യാഭ്യാസം എന്നതൊരു 7 വയസ്സിൽ ആരംഭിച്ച് 7 വർഷം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ്. ഒരു മദർ ടങ്ങിലൂടെയാണ് മെയിനായിട്ട് ഈ ഒരു വിദ്യാഭ്യാസം നൽകുന്നത്. അല്ലാണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി അങ്ങനെ ഒരു ഇതില്ല. നമ്മുടെ മദർ ടങ് എന്ന് മലയാളം. സോ ഒരു മദർ ടങ്ങിലൂടെയാണ് അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പഠന രീതിയിൽ ഇപ്പോൾ കൈപ്പണി, ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെ അങ്ങനത്തത് ഒരു ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടാണ്. കലാരൂപം എന്തെങ്കിലും ഒരു രീതിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു രീതിയാണ്. ഇപ്പോൾ അല്ലാതെ ഫുള്ള് പഠിക്കുക മാത്രമല്ല, നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് എന്തെങ്കിലുമൊക്കെ ഒരു രീതി ഉൾപ്പെടുത്തണം. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ എന്തെങ്കിലും തിരഞ്ഞെടുപ്പ്, ഒരു പഠനരീതി കൈപ്പണി അല്ലെങ്കിൽ കലാരൂപം, ക്രാഫ്റ്റ് അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കുക. ആ ഒരു തിരഞ്ഞെടുത്ത് വളരെ ക്രമമായിട്ട് പഠിക്കും വേണം, ടീച്ചർ പഠിപ്പിക്കുകയും വേണം. അപ്പോൾ അതിന് നല്ലൊരു ഫലം ലക്ഷ്യമിട്ടിട്ട് വേണം എന്ത് ചെയ്യാണ്, ആ ഒരു ലേണർ അത് പഠിക്കാൻ. പിന്നെയെന്ന് വെച്ചാൽ സ്റ്റേറ്റാണ് എന്ത് കൊടുക്കേണ്ടത്, സ്കൂൾ ബിൽഡിങ്, ഫർണിച്ചർ, ബുക്സ്, അതൊക്കെ സ്റ്റേറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ വരുന്നത് അതിൻ്റെ മെറിറ്റ്സ് ആണ്. സോ മെറിറ്റ്സ് ഇറ്റ്സ് വെരി സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. സോ കമ്പൾസറി ഫ്രീ എഡ്യൂക്കേഷൻ, എന്തായാലും കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ആക്ടിവിറ്റി സെൻറ്റേർഡ്, നമ്മളെല്ലാം ടീച്ചിങ് സെൻറ്റേർഡ് അല്ല വേണ്ടത്, ആക്ടിവിറ്റി ഫുള്ള് തിയറി അല്ല വേണ്ടത്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠനത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ചൈൽഡ് സെൻട്രിക്, ടീച്ചർ സെൻറ്റർ അല്ല വേണം, ചൈൽഡ് സെൻട്രിക്. പിന്നെ മദർ ടങ്, കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം, അല്ലാണ്ട് വെറുതെ ഒരു ഭാഷയിൽ പഠനം നടത്താമെന്നുള്ള രീതിയല്ല വേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ആ ഭാഷ യൂസ് ആക്കിയിട്ട് വേണം പഠനം നടത്താൻ. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്.
അപ്പോൾ ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രാധാന്യം കൊടുക്കണം. പിന്നെ പ്രോഗ്രസ്, ഇന്ത്യൻ ലാംഗ്വേജിന് പ്രോഗ്രസ്സാണ് മെയിൻ മെറിറ്റ്. മദർ ടങ് യൂസ് ആക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഇന്ത്യൻ ലാംഗ്വേജ് പ്രോഗ്രസ് സംഭവിക്കും. പിന്നെ സിറ്റിസൺഷിപ്പ്, ട്രേഡ്, നമ്മുടെ പൗരത്വത്തിൻ്റെ ലക്ഷ്യമിട്ടിട്ട്. സോ ഇതൊക്കെയാണ് മെയിൻ മെറിറ്റായിട്ട് കാണപ്പെടുന്നത്. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ മേജർ കാറ്റഗറീസ് ഓഫ് വർക്ക് വിച്ച് വി നു ബി സ്പെസിഫിക്കലി. കൂടുതൽ നമ്മൾ എന്താ പറയുക, കൂടുതൽ നമ്മൾ സ്ട്രെസ്സ് കൊടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട തൊഴിൽ വിഭാഗങ്ങൾ അതെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ നീഡ്സ് പരമായുള്ള തൊഴിലുകൾ. ഇപ്പോൾ വ്യക്തി ആവശ്യങ്ങൾക്കുള്ള തൊഴിലുകൾ അതെന്ന് വെച്ചാൽ ഒന്ന് ആരോഗ്യം, നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് സംരക്ഷിക്കണം. പിന്നെ ഡ്രസ്സ്, പിന്നെ ഹൈജീന്, ക്ലീൻനെസ്, അതൊക്കെയാണ് ഇൻഡിവിജ്വൽ നീഡ് വരുമ്പോൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് വർക്ക് അറ്റ് ഹോം. അത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം വീട്ടുപണികൾ, ഇപ്പോൾ നമ്മൾ കുടുംബത്തിൽ ഒരു അംഗമായി ചെയ്യേണ്ട വീട്ടുപണികൾ, ഇപ്പോൾ പാചകം, വൃത്തിയാക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്ത് വരുന്നത് വർക്ക് ഇൻ ദി ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂള്. അതൊക്കെ വരുമ്പം നമ്മൾ സ്കൂളിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. സ്കൂൾ വൃത്തിയാക്കുക, അതൊക്കെ സ്കൂളിൽ വരും. ഇപ്പോൾ ഗാർഡനിങ്, സ്കൂൾ വൃത്തിയാക്കൽ, പിന്നെന്താ സ്കൂള് പരിപാടികൾ സഹായിക്കുക, അതൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരിക. പിന്നെ വരുന്നത് മറ്റ് വിഷയങ്ങളായി പഠിക്കുന്ന തൊഴിലുകളുണ്ടാവില്ല. ഇപ്പം ശാരീരിക വിദ്യാഭ്യാസം, സോഷ്യലി സംബന്ധിച്ച പഠനങ്ങൾ, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് പിന്നെ സാമൂഹിക സേവന ജോലികളാണ്. സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, ഇപ്പോൾ പരിസ്ഥിതി, എൻവിയോൺമെൻറ്റ് സംരക്ഷിക്കണം, എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇപ്പോൾ രോഗികളെ അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളെ സഹായിക്കുക, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നുള്ളത് വൃത്തിപരമായിട്ടുള്ളത്, നമ്മുടെ ഹൈജീൻ പരമായിട്ടുള്ളത് വരുമ്പോൾ സമൂഹത്തിന് പ്രയോജനമായ ജോലികളാണ് ഹൈജീന്. ഇപ്പം ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ദ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 has conceived book education, a purposive and meaningful manual work that resulted in goods and services which are useful in the society എന്നൊരു കാര്യം പറയുന്നുണ്ട്. സോ നമുക്കറിയാം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, അത് ഓൾറെഡി എല്ലാവർക്കും അറിയണ ഒരു പോളിസി ആയിരിക്കും, മുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ ആ നേരെന്ന് വെച്ചാൽ തൊഴിൽ വിദ്യാഭ്യാസം എന്നതൊരു സമൂഹത്തിന് ഉൾപ്പെടുത്തുന്ന സേവനങ്ങൾ സൃഷ്ടിക്കുന്നൊരു കാര്യമാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കുക, വെറുതെ ഇങ്ങനെ പഠിച്ചു പോകാതെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സമ്പാദിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അപ്പോൾ അതാണ് ഈ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ്. മെയിൻ ലക്ഷ്യം എന്ന് പഠിക്കുമ്പോൾ സമ്പാദിക്കുക എന്നാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കണക്കപ്പെടുന്നത്, അതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് വർക്ക് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. സോ അപ്പോൾ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഒരു മീനിങ് മാനുവൽ വർക്കായിട്ടാണ് അതിന് കാണുന്നത്. നമ്മുടെ ഒരു മീനിങ് മാനുവൽ വർക്കായിട്ടാണ് അതിന് കാണുന്നത്. നമ്മൾ വർക്ക് എഡ്യൂക്കേഷൻ എന്നതിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മൾക്കൊരു വർക്ക്, ഇപ്പോൾ കൈപ്പണി, കറക്റ്റ് ഒരു കൈപ്പണി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി തീർക്കുക, അതാണ് മെയിൻ ലക്ഷ്യം.
ഈ ഒരു നമുക്കൊരു കൈപ്പണി അല്ലെങ്കിൽ നമുക്കൊരു വേറെ എക്സ്ട്രാ ഒരു പഠിക്കാനൊരു ബുക്ക് ചെയ്ത പഠനമല്ല, അല്ലാതെ ഉള്ള ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ പല അതൊക്കെ നമ്മുടെ സമൂഹത്തിനും എന്താണ് ഉപകാരമാണ്, അതൊരു സേവനം തന്നെയാണ്. സോ അങ്ങനത്തെ പഠനമാണ് മെയിനായി ലക്ഷ്യം വെക്കുന്നത് ഇതിലൂടെ. ഈ ഒരു വർക്ക് എഡ്യൂക്കേഷൻ എന്നതിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, വിദ്യാർത്ഥി കുട്ടികൾ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക, സ്വയം ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ സ്വയം ഒരു തൃപ്തിയും ഒരു സന്തോഷമൊക്കെ ലഭിക്കുമെന്നാണ്. ഈ ഒരു വർക്ക് എഡ്യൂക്കേഷൻ എന്നത് ഇപ്പോൾ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു മഹത്വമൊക്കെ നൽകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ശാരീരിക പണിയൊക്കെ ഇല്ലേ, നമ്മുടെ ശാരീരിക പണിക്കൊക്കെ ഈ ഒരു വർക്ക് എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിലൂടെ വളരെയധികം സാമൂഹിക ബോധം വളർത്താനും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കരിക്കുലത്തിൽ അഗ്രികൾച്ചർ, വീവിങ്, കാർപ്പൻട്രി അതൊക്കെ ഉൾപ്പെടുത്തുക, അതൊക്കെയാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനായിട്ട് കണക്കപ്പെടുന്നത്. പിന്നെ ഈ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് അതൊക്കെ എന്ത് ചെയ്യുക, പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും. പിന്നെ വരുന്നത് ഈ ഒരു ഇതിലൂടെ എന്താണ് എന്ത് കിട്ടും, തൊഴിൽ ചെയ്യാനുള്ള കഴിവുകൾ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് തന്നെ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയും. സോ പിന്നെ ഇതിലൂടെ അവർക്ക് വിദ്യാർത്ഥികൾ നേരിട്ടുള്ള പങ്കാളിത്തം വഹിക്കാൻ കഴിയും. പിന്നെ പ്രോബ്ലം സോൾവിങ്, പിന്നെ കൈക്കൊണ്ടുള്ള പ്രവർത്തനം എന്നിവയിലൂടെ ഫലപ്രദമായി എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ലോക്കൽ ലാംഗ്വേജിലാണ് പഠിപ്പിക്കേണ്ടത്. ഒരു ടീച്ചിങ് ഇൻ ദി ലോക്കൽ ലാംഗ്വേജ് മേക്ക് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആൻഡ് അക്സസിബിൾ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു നായ്ത്താലും എന്ന ന്യൂ എഡ്യൂക്കേഷൻ എന്ന് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. സോ 3 വന്നാലും ഒന്ന് തന്നെയാണ്, നായ്ത്താലും ബേസിക് എഡ്യൂക്കേഷൻ, ന്യൂ എഡ്യൂക്കേഷൻ 3 കൺസെപ്റ്റും സെയിം തന്നെയാണ്. പിന്നെ അത് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. പിന്നെ മദർ ടങ്ങിലാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ MCQ ഡിസ്കസ് ചെയ്യാം. സോ MCQ ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്നത് നായ്ത്താലിം എന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ എഡ്യൂക്കേഷൻ ഓർ ബേസിക് എഡ്യൂക്കേഷൻ രണ്ടും. അത് നമുക്ക് തെറ്റരുത്, നമ്മളിപ്പോൾ കുറേ ഇത് തന്നു വെച്ചിട്ട് ആകെ തെറ്റിക്കരുത്. നായ്ത്താലും ന്യൂ എഡ്യൂക്കേഷൻ എന്നും പറയും, ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ട് ലാംഗ്വേജസ് ഡിഡ് ഗാന്ധിജി പ്രിസ്ക്രൈബ്ഡ് ഫോർ ഇൻസ്ട്രക്ഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ഏത് ലാംഗ്വേജിലാണ് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണമെന്ന് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് മദർ ടങ്ങിലാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ദ 3H നായ്ത്താലും സ്റ്റാൻഡ് ഫോർ 3H ഉണ്ടെന്ന് പറഞ്ഞ നായ്ത്താലും. സോ അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഹെഡ്, ഹെർട്ട് ആൻഡ് ഹാൻഡ്. പിന്നെ ഏത് വർഷമാണ് ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നായ്ത്താലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1937 പിന്നെ ഇതിലേതാണ് പ്രിൻസിപ്പിൾ ഓഫ് നായ്ത്താലും അല്ലാത്തത്? അപ്പോൾ ഇതിലേത് നമ്മൾ ഒന്ന് പ്രൊഡക്റ്റീവ് വർക്കാണ്, അത് കറക്റ്റാണ്, അതിലൂടെ തന്നെയാണ്. പിന്നെ മദർ ലാംഗ്വേജ് യൂസ് ആക്കണം. പിന്നെ കംപ്ലീറ്റ് റിലയൻസ് ഓൺ റോഡ് ലേണിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ലാബ്. സോ ഇതിൽ കറക്റ്റ് അല്ലാത്തത് വരുമ്പോൾ C ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അക്കോർഡിംഗ് ടു ഗാന്ധിജി ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ്, മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വരുമ്പോൾ സെൽഫ് റിയലൈസേഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വാർധാ സ്കീം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ബേസിക് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഫോം ചെയ്തത് എന്നാണ് 1937 കേട്ടോ. സോ അത് നായ്ത്താലിമും വാർധാ സ്കീം ഒക്കെ വരുന്നതെന്നാണ് 1937 കൺഫ്യൂഷൻ അടിക്കരുത്. പിന്നെ അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ
ടീച്ചർ റോൾ ഓഫ് നായ് താലിം ടീച്ചറിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ ഇതിൽ 2 ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് വായിച്ചിട്ട് വേണം, അല്ലാതെ ആ കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ എ ഗൈഡ് ബുക്ക് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ബൈ ഡൂയിങ്, എ സ്ട്രിക്റ്റ് എക്സാമിനർ ഫോക്കസ് ഓൺ മെമ്മറൈസേഷൻ, എ മോറൽ മോഡൽ ഓഫ് സ്റ്റുഡൻസ് ത്രൂ ആക്ഷൻ, എ ലെക്ചർ ത്രൂ ട്രാൻസ്മിറ്റ് നോളജ് ഓൺലി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കറക്റ്റ് ആൻസർ എ ആൻഡ് സി ആണ്. ഇപ്പോൾ ഗൈഡ് ബുക്ക് ലേണിംഗ് ബൈ ഡൂയിങ്, ഇതിൽ എയും സിയും ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായ? എ ഗൈഡ് ബുക്ക് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ബൈ ഡൂയിങ്, എ മോറൽ മോഡൽ ഓഫ് സ്റ്റുഡൻസ് ത്രൂ ആക്ഷൻസ്. അപ്പോൾ അതാണ് കറക്റ്റ്. ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദീസ് ആർ എക്സാമ്പിൾ ഓഫ് പ്രൊഡക്റ്റീവ് വർക്ക് ഇൻറ്റഗ്രേറ്റഡ് ഇൻ നായ് താലിം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവ് വർക്കായിട്ട്? പെയിൻറ്റിങ്, അഗ്രികൾച്ചർ, വീവിങ്, ഗാർഡനിങ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? അഗ്രികൾച്ചറും വീവിങ്ങും ആണ്. ഓക്കെ, അഗ്രികൾച്ചറും വീവിങ് ആണ് പ്രൊഡക്റ്റീവ് വർക്കായിട്ട് കണക്കപ്പെടുന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് റിപ്രസെൻറ്റ് ദ കോർ ഫിലോസഫി ഓഫ് ദ നായ് താലിം? ഇൻ്റഗ്രേഷൻ ഓഫ് വർക്ക് ആൻഡ് ലേണിംഗ്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഡിപ്പെൻഡൻസി ഓൺ ടെക്സ്റ്റ് ബുക്ക് അലോൺ, സെഗ്രേഷൻ ബിറ്റ്വീൻ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ലേബർ. സോ ആൻസർ ഇൻ്റഗ്രേഷൻ ഓഫ് വർക്ക് ആൻഡ് ലേണിംഗ്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, അതാണ് കറക്റ്റ് ആൻസർ. സോ താങ്ക് യു ഡിയേഴ്സ്.